വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടം. കാണികൾ ആവേശത്തിൽ, കളി പറയുന്ന ഞാൻ ആവേശത്തിൽ, ക്യാമറ കണ്ണുകളും ആവേശത്തിൽ. ഒരു പുതിയ ടീമിന്റെ പുതിയ പേരുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്. അവസാനത്തെ 6 പന്തുകൾ 18 റൺസിനെ കാത്തിരുന്നപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ even as Glenn Phillips was at the start, there was someone just and you can see with beautiful colors. The blue and purple jerseys are walking into the middle. VCC Puttur with pink and white and on their black tracksuit, and you can see United Purple CC with their blue tracksuit and blue jerseys. And this is the battle between two best players, two icon players. That is Kunyava Kottakkal and Rahul Fatiri. Battle between the best two. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള അവസാനത്തെ 60 പന്തുകൾ കഥ പറയാൻ ഒരുങ്ങുന്ന ഈ ഒരു വിശ്വവിഖ്യാതമായ പ്രൗഢോജ്വലമായ കിയാസ്കോ ഇന്റർനാഷണൽ കോട്ടക്കൽ പ്രീമിയർ ലീഗ് സീസൺ 5 സീസൺ 6. Let's wait and see. കോട്ടക്കലിൽ ഇനി ഒരു വർഷത്തേക്കാണ് കുഞ്ഞാവയുടെ യുണൈറ്റഡ് പറപ്പൂർ സിസിയോ, ഇല്ലെങ്കിൽ റഹു ഫാറ്റീരിയുടെ BCC പുത്തൂർ. ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കാം 60 പന്തുകൾക്കപ്പുറം. And our wonderful umpiring panel, we have Razik and we have Mr. Adnan alongside with Muhammad Nizam Hafiz. Thank you all the 3 umpires for handling this wonderful tournament. കോട്ടക്കൽ മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് നിലയുറപ്പിക്കുന്ന കോട്ടക്കൽ നഗരി, ഈ നഗരിയിൽ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ മാമാങ്കത്തിന് വേദിയൊരുങ്ങുകയാണ്. അവസാനത്തെ ഒരു തവണയായി ഇരു മൈതാനി ഒരുങ്ങുന്നു, ഇരു പിച്ചൊരുങ്ങുന്നു, കളിക്കാരൊരുങ്ങുന്നു, കാണികൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ എ വിഷ്വൽ ട്രീറ്റ്. ക്രിക്കറ്റിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അതെല്ലാം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക്. Two best teams are battling for the ultimate title for the 6th time into the finals. BCC Puttur on the one side and United Purple CC to make a change for that decision. They are here onto the center battling for this ultimate glory. പ്രൗഢോജ്വലമായ ഈ ട്രോഫിക്ക്, ഈ കനക കിരീടത്തിന് വേണ്ടി കൊമ്പുകോർക്കുന്നു 2 മികച്ച ടീമുകൾ. BCC Puttur versus United Purple CC for the one last time. The battle is about to begin. 3, 2, 1, let's go. And into the heights. Is that taken? Yes, the first breakthrough. Is Sanas to walk back. അങ്ങനെ ആദ്യത്തെ പന്തിൽ സന്ദീപ് എങ്ങനെ അക്കനി വിരിക്കുകയാണ്. ചൂണ്ടയിൽ കൊടുത്ത് കൃത്യമായി കുഞ്ഞാവയുടെ കൈകളിലേക്ക് വെട്ട വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. That is the first hand-down of the first wicket for United Purple CC here. ആദ്യത്തെ പന്തിൽ തന്നെ ഒരു ഷോക്ക് നൽകിക്കൊണ്ട് യുണൈറ്റഡ് പറപ്പൂർ സിസിയുടെ ഓപ്പണിംഗ് ബോളർ സന്ദീപ് എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുകയാണ്.
ഇനി ഒരുപാട് നല്ല നിമിഷങ്ങളും കൂടി സാക്ഷ്യം വഹിക്കാനുള്ള ഈ ഒരു ഫൈനൽ മാമാങ്കത്തിന്റെ അവസാനത്തെ പോരാട്ടം. ഫസ്റ്റ് ഇന്നിംഗ്സ്, ഫസ്റ്റ് ഓവർ, ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ഇൻ ദ ഫസ്റ്റ് ബോൾ. ഫസ്റ്റ് എക്സ്ട്രാ, ആദ്യത്തെ എക്സ്ട്രാസ് എത്തുന്നു ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന്റെ. നമ്മളുടെ ഈ ഒരു ടൂർണമെന്റിന്റെ വിജയികൾക്കുള്ള ട്രോഫീസ് അതിന്റെ ഓർഡറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. You can see winners, runners and semi-finalists. ഒരു ബോഡി ഗാർഡ്സ് ആയി നിൽക്കുന്നു റണ്ണേഴ്സിനും വിന്നേഴ്സ് ട്രോഫിക്കും ഇടയിൽ. And goes into the long off region just for a single, which will bring the man in this momentum, the man of Kottakkal, onto the striking end. JZ number 44, Raghu Fatiri, introduced in Atiri, gathered in Malappuram, and completely made in Kottakkal product. That is Raghu Fatiri for sure. Still 4 more balls to go here. And starting with the single. നോക്കൌട്ടുകളിൽ സിക്സറുകൾ കൊണ്ട് തുടങ്ങി വെച്ചിരുന്ന റഹു ഫൈനലിലേക്ക് ഒരു സിംഗിൾ സംഭാവനയായി ആദ്യമായിട്ട് തന്റെ സ്കോർ കാർഡിലേക്ക് എത്തിക്കുകയാണ്. ആദ്യം സ്ലോ ആയി തുടങ്ങി, പിന്നീട് ഒരു ഫ്ലോ കണ്ടെത്തി, പിന്നീട് ഒരു ഷോയിലേക്ക് എത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു നമ്മൾക്ക്. And Sandy Vengara once again strikes. A brilliant over is taking part here. ക്വാളിറ്റി ബാറ്റേഴ്സിന് നേരെ ക്വാളിറ്റി ബോളുകളുമായി സാൻഡി വേങ്ങര ഒരിക്കൽ കൂടി ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യത്തെ ഇന്നിംഗ്സിന്റെ ആദ്യത്തെ ഓവർ തന്നെ ഭംഗിയാർന്ന രീതിയിൽ എറിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു തന്റെ ടീമിന് വേണ്ടി, തന്റെ ബോളിംഗ് യൂണിറ്റിന് വേണ്ടി. Once again a good one from Sandy. It's 2 being completed, 5 in 5. 5 പന്തിൽ 5 റൺ, ഒരു വിക്കറ്റ് for BCC Puttur into their scoreboard. You're watching Kiasco International Kottakkal Premier League Season 6 2026, the last match. ഒരൊറ്റ മത്സരം. And goes into the leg side for a single and strike rotation. For the next over will be shift. And goes, is there an opportunity? Yes, taken. And അങ്ങനെ രണ്ടാമത്തെ വിക്കറ്റും പിഴുതെറിയപ്പെടുകയാണ് ഇവിടെ. കടക്ക് പുറത്തു എന്ന മട്ടിൽ ആദ്യത്തെ പന്ത് റൈസ് എറിഞ്ഞു മാറുമ്പോൾ അത് ഫീൽഡറിന്റെ കരങ്ങളിലേക്ക് ഭദ്രമായി ചെന്ന് അവസാനിക്കുകയാണ് ഇവിടെ. യുണൈറ്റഡ് പെരമ്പൂർ CC ചരിത്രം മാറ്റി എഴുതാൻ, യുണൈറ്റഡ് പെരമ്പൂർ CC ചരിത്രം ആവർത്തിക്കാൻ BCC. On to the striking end for BCC Puttur. And just a single. അത് തന്നെയായിരുന്നു കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള ഡഗൌട്ടിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം കൃത്യമായി പ്രാവർത്തികമാക്കുമ്പോഴുള്ള സിംഗിൾ കൊണ്ട് റഹൂഫ് എത്തുന്നു സ്ട്രൈക്കിംഗ് എൻഡിലേക്ക്. Time for big shots from this big man's bat. That is a good one for Reyes to strike once again. The dot ball in the momentum. പന്തുകൾ പിടിച്ചെടുക്കുകയാണ് ഈ ഒരു മത്സരത്തിന്റെ ശ്രദ്ധ. And goes. മതമിളകിയ കൊമ്പന് മുന്നിൽ പമ്പ് കാണിക്കാൻ വന്ന റയീസിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഇവിടെ. റഹൂഫിന്റെ ബാറ്റ് ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആദ്യമായി ശബ്ദിക്കുന്നു. The ball goes out of the park. 13 for 2.
once again. ഒന്ന് കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരയില്ലെങ്കിലും പൊട്ടിക്കൊണ്ടേയിരിക്കും. 2 in a row for Rauf Hajiri, the man. ഒരു വിക്കറ്റോടുകൂടി BCC പുത്തൂരിന്റെ മേലുള്ള പ്രഹരിച്ച റയീസ് എന്ന ഭീതി ഇവിടെ റഊഫിന്റെ ബാറ്റ് കൊണ്ട് പേടി മാറ്റുകയാണ്. ഇവിടെ പേടിക്കേണ്ട മക്കളെ, ഞാനുള്ളോടത്തോളം കാലം കോട്ടക്ക് കാവലാളായി കാവൽ മാലാകയായി ഞാനുള്ളോടത്തോളം കാലം ഭയക്കേണ്ടതില്ല എന്ന് വിളിച്ചു പറയുന്നു റഊഫിന്റെ ബാറ്റ്. ഒരു വിക്കറ്റായിരുന്നു കളി നേടിയെടുത്തിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞിട്ടില്ല രാമായി, ഒന്നുകൂടെയുണ്ട് ബാക്കി. Here comes the next batter. And a wonderful innings from this man comes to an end. And Rauf is departing. It's 19 for 3. A small shock treatment from United Purpose Easy. Is starting with the wicket and winding the over up with the wicket here. And a white ball to start the third over. It's Arshak Ahmad and Mansoor Kotakal. In the scorecard runs എത്തിക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട രണ്ട് ബാറ്റേഴ്സ്. Shot comes. Is that a shot number 1 from Arshak Ahmad? Yes, ഇതായിരുന്നു ഞാൻ പറഞ്ഞത്, കഴിഞ്ഞിട്ടില്ല എന്ന്. Picture Bibi Baki Hawaii. 26 for 3 is the score on the scoreboard after 2.1. And once again, back to back. And that will be some relaxing shot, pressure releasing shot for BCC Puturia. 32 for 3, 2.2. Game is on for BCC here. Thirteen coming from the first two. Clever one കൃത്യമായി പന്തിന് കൃത്യമായ ബഹുമാനം നൽകിക്കൊണ്ട് clever single to be played in this occasion. After 2.3 overs, it's 3-3 for 3 wickets. 33 on the scoreboard. Now Mansoor Kotakal into the driving seat. And a clinical hit from the batter here. Clean and perfect. And there comes a small boy with a gift. Mansoor അടിക്കുന്ന ഒരു സിക്സറിനും ക്യാഷ് അവാർഡ് ഉണ്ടെന്ന് കൊച്ചു പയ്യൻ പറഞ്ഞുകൊണ്ട് ആരാണ് മാമ നിങ്ങൾ എന്ന് ചോദിച്ച 500 രൂപ മടക്കി കീശയിൽ വെച്ച് കൊടുക്കുന്നു. ഇനിയുമുണ്ട് ക്യാഷ് പ്രൈസ് എന്ന് ചോദിക്കുന്നു മൻസൂർ കോട്ടക്കൽ.
45 on the board after 2.5. And Mansoor is making some serious trouble here. And he rolls up on when the team needs it, when the matches get closer. And here, when the matches are getting close, heroes are being born through Warshak Ahmad and Mansoor Kotakar. A good one. Well stopped by the fielder, And that will be the completion of third over. അങ്ങനെ മൂന്നാമത്തെ ഓവർ അവസാനിക്കുന്നത് 27ന്റെ സമ്പാദ്യം ബാറ്റേഴ്സിന് നൽകിയിട്ടാണ്. Good one from Kanyu. And a single to start. Will be a start as expected. സിംഗിളുകൾ അധികം തലവേദന ചെയ്യില്ല, പക്ഷേ സിക്സറുകളിൽ നിന്ന് ബാറ്റേഴ്സിനെ തടയുന്നതിലാണ് ബോളേഴ്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിക്കറ്റ് എന്ന മട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പറപ്പൂർ സിസിയുടെ ബോളിംഗ് യൂണിറ്റ്. And no Kunjava, not even a chance. Just 2 singles in the first 2 balls here. 48 for 3 on the board. And a good one. ഇത്തവണ കുഞ്ഞാവ് റൈറ്റ് ഹാൻഡർക്ക് പുറത്തേക്ക് തിരുപ്പൻ പന്തെറിഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണത്തിന് മുതിർന്നപ്പോൾ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുന്ന ഒരു ഡോട്ട് ബോളിന്റെ രൂപത്തിൽ. It's 48 for 3. Oh, there comes the shot from Mansoor Kotakar. 50 off for the team. 54ലേക്ക് എത്തി നിൽക്കുന്ന BCC platoon. 8 more balls remaining in the first innings here. And Mansoor Kotakar is on a fire. Burning like a furnace. ബാറ്റ് കൊണ്ടടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കാലുകൊണ്ട് പന്ത് തട്ടി മാറ്റപ്പെടുന്നു. That is a leg by single. 55 on the board for 3. 85-3. Oh, that is balled in. And Kunyava strikes with a wicket. And that is after 4 overs. 55 to 4. 55-ന് 4 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ഇവിടെ. And here comes Bashir working onto the middle. അവസാനങ്ങളിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനൽ പോരാട്ടത്തിന് ടീമിന്റെ വിജയ സാധ്യതകൾ നിലനിർത്തി അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് വിജയകരമായി പൂർത്തിയാക്കിയ ബോളർ ഇത്തവണ തൊട്ടടുത്ത ഫൈനൽ പോരാട്ടത്തിൽ ബാറ്ററായി കളത്തിലേക്ക് അവസാനത്തെ ഓവറെന്ന ഒരു ചെറിയ ദൗത്യത്തിലേക്ക് കൂടി തന്റെ ടീമിനെ കൈപിടിച്ച കരയിലേക്ക് കയറ്റാൻ ബഷീർ എത്തുകയാണ് ഇവിടെ. 55 for 4. That is the score after first 24 balls of the first innings. 6 more balls to go. And it's Binish for the last 6 ball action, getting ready for Parapur CC here. And Mansoor Kotakar on the strike. White ball, a big wide to start the last over.
56 നീങ്ങുന്നു. ആ ഒരു സിംഗിളിന്റെ ഒരു എക്സ്ട്രാസിന്റെ സംഭാവനയോടുകൂടി സ്കോർ മൂവ്സ് ടു 56 for BCC Puttur. Once again a wide, and Vinesh comes into the last over action, and starting with the wide and being continued with a normal bounce ball. 2 wide balls and bringing the change in the bowler. ബോളറെ മാറ്റാൻ നിർബന്ധിതരാവുകയാണ്. ഫൈനൽ മത്സരമാണ്. ഒരു റണ്ണ് പോലും ചുമ്മാതങ്ങനെ വിട്ടു നൽകാൻ അത്രമേൽ വിഷുക്ക് കാണിക്കുന്ന ഒരു ബോളിംഗ് യൂണിറ്റ്. Kunyava says 2 extras. We will bring a change and change in the bowler. Here comes Kutipa. And Kutipa is getting ready for the last 6 balls action. അവസാനത്തെ 6 പന്തുകളുടെ അംഗത്തിനായി Kutipa ഒരുങ്ങി കഴിഞ്ഞു. And is being brought into this battle. Is he picking the gap? Yes, he is picking the gap. അങ്ങനെ അസ്തമയത്തിന് ശേഷം ഒരു ഉദയമുണ്ടെന്ന പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ മൻസൂർ കോട്ടക്കലുണ്ട് ഫോർ BCC Puttur. എങ്ങനെ അവസാനത്തെ ഓവറിൽ ഒരു 4 കൊണ്ട് ഒരു ബൗണ്ടറി കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യത്തെ പന്തിലേക്ക്. And here comes a shot. What a batting performance here. കോട്ടക്കലിന്റെ ആശിക്കലി എന്ന് വിളിക്കേണ്ടി വരും മൻസൂർ കോട്ടക്കലിനെ ഇവിടെ. What a batting display. 2 വിക്കറ്റുകൾ നേടിയെടുത്തതിന് ശേഷം മത്സരം ഞങ്ങളുടെ കൈപ്പിടിയിൽ എന്ന് വിളിച്ചു പറഞ്ഞ യുണൈറ്റഡ് പറപ്പൂർ CC എണ്ണം പറഞ്ഞ 5 ബൗണ്ടറികൾ കൊണ്ട് ശബ്ദിച്ചിരിക്കുകയാണ് മൻസൂറിന്റെ ബാറ്റ് ഇവിടെ. കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്, മൻസൂർ ക്രീസിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. And a single which will bring Bashir onto the strike. വളരെ മികച്ച രീതിയിൽ ഇതുവരെ ടീമിന്റെ തലച്ചോറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഷീർ P is getting that opportunity for the last 3 balls to bring the runs into the scoreboard. Can he use it? 68 എന്ന ഒരു ഗുഡ് ടോട്ടലിലേക്ക് ഇതുവരെ എത്തി നിൽക്കുകയാണ് BCC Puttur. A fuller length shot, a fuller length ball which will bring once again Mansoor onto the striking end. Last 2 balls action remaining here. 2 പന്തുകൾ കൂടി അവശേഷിക്കുന്ന ഈ ഒരു ഫൈനൽ മാമാങ്കത്തിന്റെ ആദ്യത്തെ ഇന്നിംഗ്സ്. And a good one. A dot ball in this occasion will do the things right for Parapur CC. ഇതുപോലത്തെ ഒരു വേളയിൽ ഒരു ഡോട്ട് ബോൾ അറിയുക എന്നത് ബാറ്റേഴ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തു വെക്കുകയാണ് കുട്ടിപ്പ ഇവിടെ. And that is called for 2. And no, 70 runs being completed. 70 റൺസുകൾ നേടിയെടുക്കുന്നു BCC Puttur ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യത്തെ ഇന്നിംഗ്സിൽ.
Okay. Now നമ്മുടെ കിയാസ്കോ ഇന്റർനാഷണൽ proudly presenting Kottakkal Premier League Season 6 17-18 ജനുവരി തീയതികളിൽ ഈ ഒരു പുതുവർഷത്തിന്റെ ആദ്യത്തെ മാസത്തെ ധന്യമാക്കിക്കൊണ്ട് കോട്ടക്കലിന്റെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാകം ഇവിടെ ദശകങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് കത്തുന്ന ഫോമിൽ മിന്നുന്ന ഫോമിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാവ കോട്ടക്കൽ for the one last time to dance on the floor. നൃത്ത ചുവടുകൾ വെക്കുന്നതിനായി കുഞ്ഞാവ ഒരു അവസാനത്തെ തവണയും കൂടി യുണൈറ്റഡ് പറപ്പൂർ സിസിയുടെ ടീം ലെവലിൽ ഇവിടെ കുമ്പുകോർക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്തിന്റെ പല ഗ്രൗണ്ടുകളെയും പ്രകമ്പലം കൊള്ളിച്ച പരിചയ സമ്പത്തുള്ള താരം കുഞ്ഞാവ ഹിയർ getting ready for the second innings. 3, 2, 1 you can go. And a wide ball to start the chase of 71. It's 70 from 30 now. 30-70. Oh, chance. That was not an easy one. There was a distance. Not an easy one for any wicket keeper here. And goes the shot. Helicopter shot in the air. മാരകമായ വർഷമായി കുഞ്ഞാവ കോട്ടക്കൽ പച്ചച്ചരിതാവണിഞ്ഞ കമത്തെ അബാട്ടിയേക്കാൾ സുന്ദരിയായ ഒരു ഷോട്ട് പിറക്കുകയാണ്. കുഞ്ഞാവ കോട്ടക്കൽ gets the cash prize. അടിക്കുന്ന ഒരു സിക്സറിനും ക്യാഷ് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയുടെ ഒരു ഫാൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ് 500 രൂപയുമായി. തുടർച്ചയായി എന്തുകൊണ്ടാണ് ബോളർ ഷഫീഖ് എറിഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഓവറിന്റെ 3ാമത്തെ പന്തിൽ നമ്മളോട് കാണിച്ചു തന്നിരിക്കുകയാണ്. കുഞ്ഞാവയ്ക്കുള്ളത് കെണി വിരിക്കുന്നു. കെണി കൃത്യമായി റഹൂഫിന്റെ കൈകളിൽ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ പുറത്തേക്കുള്ള പരവതാനി പട്ടുകൊണ്ട് വിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഫൈനൽ പോരാട്ടം അവസാനത്തെ 27 പന്തുകളിലേക്ക് കിയാസ്കോ ഇന്റർനാഷണൽ കോട്ടക്കൽ പ്രീമിയർ ലീഗ് സീസൺ 6 ചുരുങ്ങിയിരിക്കുകയാണ്. Just 27 balls to bring a curtain here. അങ്ങനെ ഇത്രമേൽ മികച്ച ഇത്രമേൽ ഗംഭീരമായ ഒരു ടൂർണമെന്റിന്റെ ക്ലൈമാക്സ് എഴുതുമ്പോൾ അതിലൊരു ക്ലാസ് ഇല്ലെങ്കിൽ എന്ത് രസം, അതിലൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് രസം. Yes, playing in a clever manner. 8 for 1 on the board. 63 in 26 is the equation. 26 പന്തിൽ നിന്നും 63 വിജയലക്ഷ്യം ഈ ഒരു വേളയിൽ ഫോർ യുണൈറ്റഡ് പറപ്പൂർ സിസി. 2 more balls to go in the first over here for Shafiq in this. Oh, that is a misfield. ചോരാത്ത കൈകൾക്ക് ചോർച്ച വന്നിരിക്കുകയാണ് ഈ ഒരു ഫൈനൽ മാമാങ്കത്തിൽ. 4 റൺസ് വിട്ടു നൽകേണ്ടി വരുന്നു. कोई 12 for 1 on the board. നേരത്തെ ഏതുണ്ടെങ്കിൽ മാറും. Good one comes off the mark.
And end of the first over. അങ്ങനെ ആദ്യത്തെ ഓവർ അവസാനിക്കുമ്പോഴുള്ള 12 റൺസ് വിട്ടു നൽകേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ കൺട്രോളിലാണ്. കാരണം ഒരു വിക്കറ്റ് വേണ്ടിയിരുന്ന ഒരു വിക്കറ്റ് നേടിയെടുക്കുകയാണ് ഇവിടെ. മത്സരം വിജയിപ്പിക്കാൻ ആംപിയറുള്ള കേൾപ്പുള്ള 2 ബാറ്റേഴ്സ് ഇപ്പോഴും ട്രംപ് കാർഡ്സായി ഗ്രൗണ്ടിൽ വിലസിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കാനൊന്നുമില്ല എന്ന് തന്നെ വിചാരിച്ചു പോവുകയാണ് യുണൈറ്റഡ് പർപ്പൂർ CC ഈ ഒരു വേളയിൽ. കുഞ്ഞാവ് തിരിച്ച് ഡഗൗട്ടിലേക്ക് മടങ്ങിയപ്പോൾ സാൻഡി വേങ്ങര എത്തുന്നു. സാൻഡി വേങ്ങരയ്ക്കും റക്കീസിനും കൂടി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? ചരിത്രം മാറ്റിയെഴുതാൻ സാധിക്കുമോ? മത്സരങ്ങളിലെല്ലാം ബാറ്റേഴ്സ് വാമായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഷോട്ടുകൾ, നല്ല നല്ല മത്സരങ്ങളുള്ള യുണൈറ്റഡ് പർപ്പൂർ CCയുടെ പല മത്സരങ്ങളിലും വിജയശില്പികളായി മാറിയ 2 താരങ്ങൾ ഒരിക്കൽ കൂടി ഒരു ക്യാമിയോ റോൾ കളിക്കേണ്ടി വരുന്ന വളരെ ക്രൂഷ്യലായ, വളരെ അർജന്റായ ഒരു ഘട്ടത്തിലാണ്. BCC പുത്തൂർ ബോളിംഗിലെ മറ്റൊരു വജ്രായുധത്തെ കുറച്ചുകൂടി ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരികയാണ്. 2ാമത്തെ ഓവറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നൗഫൽ മോൻ. ആദ്യത്തെ പന്ത് ഒരു ഡോട്ട് എറിഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. സാൻഡിക്ക് നേരെ here comes the shot. Much awaited shot from the much awaited batter. Once again getting ready to tell a story with his bat. It's 53 in 22. Once again and fielder കാഴ്ചക്കാരനായി അവശേഷിക്കുമ്പോൾ കുറഞ്ഞു ഒറ്റ കളിയിൽ പോകാൻ പറ്റുള്ളൂ. Oh, there comes another shot. അങ്ങനെ ബൗണ്ടറി ലൈനിന്റെ ഇഞ്ചുകൾക്കപ്പുറത്ത് ഒരു ബൗണ്ടറിയെ കൊണ്ട് നിങ്ങളെ ഒരു ടീമിനെ വിധിയെഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ മായിച്ച് മറിച്ച് വിധിയെഴുതിക്കോളും. ഇത് ക്ലീനായി പെർഫെക്റ്റായി തീർത്തടിച്ചിരിക്കുന്ന ഒരു ഷോട്ട് അതിർത്തിക്ക് പുറത്തേക്ക്. This time from a different batter, easier. എറിഞ്ഞിട് There is a wicket to strike in this moment. Another breakthrough. മാറ്റങ്ങൾ കൊണ്ടുവരാനായി നിയോഗിക്കപ്പെട്ടവൻ പ്രയാസിന്റെ വിക്കറ്റ് നേടിക്കൊണ്ടൊരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഫൈനൽ പോരാട്ടത്തിന്റെ 2ാമത്തെ ഇന്നിംഗ്സിലേക്ക്. ഇനി ബാക്കി നിൽക്കുന്നത് 46 റൺസാണ് 19 പന്തുകളിൽ നിന്നും. അങ്ങനെ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോകുന്നു നമ്മൾക്ക്. നോക്കൌട്ടുകളിലേക്ക് എത്തുമ്പോൾ വല്ലാത്ത പോരാട്ട വീര്യം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന BCC പുത്തൂർ. വർഷങ്ങളായി നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. അതിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം എത്തിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന് സജ്ജരായ യുണൈറ്റഡ് പർപ്പൂർ CC. Now time for the new batter here. Still Sandy is there. It's Mashudeti, the new batter, coming in at number 4 for United Purple CC batting unit here.
Moving on to the last ball of the second over. And a good one. And umpire says that is a wide. And still ഒന്നുകൂടി റീലോഡ് ചെയ്യേണ്ടി വരും ആ ഒരു പന്തിനെ ബൗളറിന്. It's 45 in 90. 19 പന്തിൽ നിന്ന് 40. Oh, look at that shot. മരുന്നൊന്ന് കുപ്പി വേറെ. This time മസൂദേറ്റി പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. കൊടി ഇറങ്ങാൻ പോകുന്നു, പൂരം ഇറങ്ങാൻ പോകുന്നു. അതിനു മുന്നേ ലാസ്റ്റ് പട്ടക്ക കടക്കുന്ന തീ പിടിക്കാൻ പോകുകയാണ് ഇവിടെ. സാൻഡി വെങ്ങര is getting ready. 32 for 2. And goal, Sandy Venkata is sailing over the fence. പരുന്തിന്റെ ചിറകുകളായി പന്ത് പറന്നിറങ്ങുകയാണ് ഇത് മൈതാനിയിലേക്ക്. ബൗണ്ടറി വലയങ്ങളെ അനായാസം ഭേദിച്ചുകൊണ്ട് ചുംബിക്കുകയാണ് തിരിച്ചു മൈതാനങ്ങളെ. 38-2. ഇനി വേണ്ടത് 33-17 പന്തിൽ നിന്നും. Here comes Ehsan. Arhuf just making a touch with that ball with his hand and stopping that from going to boundary. That is a by single, and which will bring Mashood onto the striking end. 32-16 പന്തുകൾ. വീണ്ടും കാത്തിരിക്കുകയാണ്. ആവേശം ഈ ഒരു മത്സരത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം കളിച്ചു കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിലൂടെ. And a good one. That will be a dot ball to be counted in this occasion. 32 in 15. ആറ് ഷോട്ടുകളാണ് ഇപ്പോൾ കളി ബാക്കി നിൽക്കുന്നത് യുണൈറ്റഡ് പരപ്പൂർ സിസിക്ക്. Wide again. $41 for 2. ഇനി വേണ്ടത് 30 കറക്റ്റ്. ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 5 ഷോട്ടിന്റെ കളിയാണ് ബാക്കി നിൽക്കുന്നത് 15 പന്തുകളിൽ നിന്നും. Trying to pick it, not a good connection, turning into a single. ഒരു സിംഗിളിലേക്ക് വഴി തിരിഞ്ഞിരിക്കുകയാണ് ഒരു പന്ത്. And 29 in 14. Sandy and Mashood in the middle to control the momentum for United Parapur CC. Oh no, that is the connection cut once again. വിരൽ തുമ്പുകളിലൂടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് എഹ്സാന്റെ പന്തുകൾ വട്ടം കറക്കുകയാണ്. ആദ്യത്തെ ഒരു സിക്സറിന് ശേഷം and that will be the completion of third over. 11 being considered from the last over of Ehsan. 43 on the board for 2 wicket loss. 2 വിക്കറ്റ് നഷ്ടത്തിന് 43 ഓവറുകൾ പിന്നിടുമ്പോൾ മത്സരം അതിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് പ്രദീപിന്റെ ഈ ഓവർ ആയിരിക്കും. മികച്ച രീതിയിൽ ബാറ്റേഴ്സിനെ കടന്നു പോയാൽ മത്സരം BCCയുടെ കൈപ്പിടിയിൽ തന്നെ. Mashood swinging is played, just a single to start the things. നാലാമത്തെ ഓവറിന്റെ തുടക്കം ഒരു സിംഗിളോട് കൂടി തുടങ്ങുന്നു ഇവിടെ. സാൻഡി വെങ്ങര എത്തുന്നു സ്ട്രൈക്കിംഗ് എൻഡിലേക്ക്. ലോകത്തിലെ മർമ്മ ചികിത്സകൾക്ക് ശ്രദ്ധാകേന്ദ്രമായ കോട്ടക്കലിന്റെ മണ്ണ്. അതുപോലെ ഇന്ന് ജില്ലക്കകത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായ ഒരു ടൂർണമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
ഫിയാസ്കോ ഇന്റർനാഷണൽ കോട്ടക്കൽ പ്രീമിയർ ലീഗ് അവസാനത്തെ 10 പന്തിലേക്ക് കളിച്ചിരിക്കുന്നു. 10 balls waiting, 27 runs. Oh, not a ball, not a chance for batter. 9-26 കളിയാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. മത്സരം അവസാനത്തിലേക്ക് എത്തുന്നു. ക്ലൈമാക്സ് രംഗങ്ങൾ രചിക്കാനുള്ള പേനകൾ തയ്യാറായി കഴിഞ്ഞു. അതിലേക്കുള്ള മഷി നിറക്കാനായി ബാറ്റേഴ്സിന്റെ രൂപത്തിൽ മഷൂദ് എറ്റിയും സാൻഡി വെങ്ങരയും സ്ട്രൈക്കിംഗ് എൻഡിൽ നിൽക്കുമ്പോൾ ഓപ്പണിംഗ് ഇപ്പോൾ നിലയുറപ്പിക്കുന്ന ബാറ്റേഴ്സായി കളിക്കളത്തിൽ യുണൈറ്റഡ് പറപ്പൂർ സിസിക്ക് വേണ്ടി അവശേഷിക്കുമ്പോൾ and that is just a single. Once again things are under the control of BCC Puthuria. for 2. ഇനി വേണ്ടത് 8 പന്തിൽ നിന്നും 25. യെസ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഓവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കാണിച്ചു തരികയാണ് ഇവിടെ പ്രദീപ്. And look at that catch from the wicket keeper. പരിക്കുകൾ കൈകളെ മാത്രമേ തളർത്തിയിട്ടുള്ളൂ. ക്രിക്കറ്റ് കളിക്കാനുള്ള പൂതിയെയും മനസ്സിനെയും ഒന്നും തളർത്തിയിട്ടില്ല എന്ന് റഹൂഫ് തെളിയിക്കുകയാണ് ഈ കോട്ടക്കൽ പ്രീമിയർ ലീഗിൽ വീണ്ടും ഒരിക്കൽ കൂടി. വളരെ വലിയ കോൺട്രിബ്യൂഷൻ താൻ കളിക്കുന്ന ടീമുകൾക്ക് ബാറ്റ് കൊണ്ട് നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കോട്ടക്കലിന്റെ ഒരേ ഒരു പ്രൊഡക്റ്റിനെ അത് വർഷങ്ങൾ തോറും മലപ്പുറത്ത് നേടിക്കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. That is Rahuf Atiri for sure. One of my favorite in Malappuram. It's Dinu, the new batter. 7 balls remaining, 25 to win. BCC Puthuria. ഒരു ടൂർണമെന്റിൽ ആദ്യത്തെ മത്സരം പരാജയപ്പെട്ടുകൊണ്ട് തുടങ്ങി. പിന്നീട് തോൽവി അറിയാതെ മുന്നേറിക്കൊണ്ട് ഇവിടെ ഫൈനൽ പോരാട്ടത്തിൽ ഫൈനൽ ഇന്നിംഗ്സിൽ വരെ ആധിപത്യം പിടിച്ചെടുക്കുകയാണ്. To control the momentum from the batter. End of the 4th over. 53 എത്തി നിൽക്കുന്ന സ്കോർ ബോർഡ് ഇപ്പോൾ 53. 3 ഷോട്ടിന്റെ കളി അവസാനത്തെ 6 പന്തുകളിലേക്ക്. Things are getting here. And starting with a single. Things are under control for BCC Puthuria. സിംഗിളിലൂടെ സ്ട്രൈക്കിംഗിലേക്ക് എത്തുന്നു ദിനു. നേരിട്ട് ആദ്യത്തെ പന്ത് സിക്സറിനെ വായിച്ച ദിനു is on to the striking end now. Now 5 balls, 17 to win. Still 3 more shots to go. It's Salman Kallada. And goes into the heights. No, stop from the boundary line. 2 runs completed. 15 4 പന്തുകൾ. It's Salman. അവസാനത്തെ ഓവർ ആക്ഷനിലേക്ക് കട്ട് പറയാൻ സൽമാൻ എത്തിയിരിക്കുന്നു ഇവിടെ. ഇന്നിംഗ്സ് അവസാനത്തെ ഓവർ. Back into the hands of Salman. തന്നാൽ വന്ന മുറിവുകൾക്ക് താൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നു ഒരു ഡോട്ട് ബോളിലൂടെ. 3 balls waiting, 10 runs. 10 in 3. Game is on.
Kottakkal is on once again, getting ready for the last battle. Just a single, now 9-2. College നിന്ന് രണ്ട് പന്തുകളിലേക്ക് എത്തുന്നു. The most dramatic of circumstances happening here. And Kiasco International Kottakkal Premier League രണ്ട് പന്തുകളിലേക്ക് ചുരുങ്ങുന്നു. ഇന്നലെ 7:30 മണിയോടുകൂടി ഈ ഒരു മൈതാനിയിൽ കൊടിയേറിയ ഈ ഒരു വിശ്വവിഖ്യാതമായ ടൂർണമെന്റിന്റെ പ്രൗഢോജ്വലമായ ക്ലൈമാക്സ് രചിക്കാൻ പോവുകയാണ്. 18-2. Two balls, 8 runs to defend for the bowling team. 8 for this trophy, waiting for Parapur CC. കിരീടം നോക്കി ചിരിക്കുകയാണ് ഇരു ടീമുകളെയും. Yes. And the game is on. Two runs being completed. അപ്പോൾ ഒരൊറ്റ ഷോട്ടിലേക്ക് കളി ചുരുങ്ങുന്നു. എന്താണ് കോട്ടക്കൽ പ്രീമിയർ ലീഗ് ടൂർണമെന്റിൽ ഇത്രമേൽ ക്വാളിറ്റി? ഇത് തന്നെയാണ് ക്വാളിറ്റി. അവസാനത്തെ മത്സരത്തിൽ ഈ ഒരു മത്സരത്തിലേക്ക് ബാറ്റർ കടന്നു ആദ്യം അടിച്ച ഷോട്ട് അതിപ്പോൾ ഒരു അവസാനത്തെ കൊടികൂടി ടീമിന് ആവശ്യമായി വന്നിരിക്കുന്നു. This tournament is full of entertainments and twists and turns here. 66-3. വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടം. കാണികൾ ആവേശത്തിൽ, കളി പറയുന്ന ഞാൻ ആവേശത്തിൽ, ക്യാമറ കണ്ണുകളും ആവേശത്തിൽ. ഒരു പുതിയ ടീമിന്റെ പുതിയ പേരുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്. അവസാനത്തെ 6 പന്തുകൾ 18 റൺസിനെ കാത്തിരുന്നപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ the match winner, the champions of this ചിരിച്ച ട്രോഫികളിലേക്ക് എഴുതി ചേർക്കാൻ പോകുന്ന എല്ലാ മാന്യ ക്രിക്കറ്റ് പ്രേമികൾക്കും കോട്ടക്കലിന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും മൈ ഡിയർ സ്പെക്ടേറ്റേഴ്സ് ലൈവിലൂടെ ഞങ്ങളുടെ ഈ ഒരു മത്സരം ഈ ഒരു ടൂർണമെന്റ് വീക്ഷിച്ച എല്ലാവർക്കും a big thank you. Now we will welcome you to the prize podium in the prize giving ceremony here.